ഈ അവസ്ഥയ്ക്ക് കാരണം 2014 ശേഷം ഭരിച്ചവർ മാത്രമാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 2014 ഭരണത്തിലെത്തിയ ആളുകൾക്ക് ഗവേണൻസും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും സ്റ്റേറ്റ് ക്രാഫ്റ്റും, ഇനി അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ രാജ്നീതിയും അർത്ഥശാസ്ത്രവും ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ഓൺലി പാർഷ്യലി ട്രൂ. 2014 വരെ ഭരിച്ചവർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അന്നന്നത്തെ കാര്യങ്ങൾ, ഡെയിലി അഫയേഴ്സ് മാനേജ് ചെയ്യാനും ഫയർ ഫൈറ്റ് ചെയ്യാനും ഒക്കെ ഇവിടെ ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്. പിന്നെ എന്തിനാണ് ലീഡേഴ്സിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു വിഷൻ ഉണ്ടാക്കുക, ആ വിഷനിലേക്ക് നാടിനെ കൈപ്പിടിച്ച് വളർത്തുക, നയിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തത്തിൽ നമ്മുടെ ലീഡേഴ്സ് പരാജയപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 66-67 വർഷം, 2014 വരെ ഏറ്റവും ചുരുങ്ങിയത് ആളുകൾക്ക് കൃത്യമായി എഡ്യൂക്കേഷനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, അല്പം ശാസ്ത്രബോധവും യുക്തിബോധവും ഒക്കെ വളർത്തിയിരുന്നെങ്കിൽ, ഗോമാതാവ് ഷോക്കേറ്റ് മരിച്ചപ്പോൾ ട്രാൻസ്ഫോമർ തല്ലിപ്പൊളിക്കുന്ന ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ള അന്ധന്മാരെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റ്സും ദുരുപയോഗം ചെയ്യുന്നത്, അക്കൗണ്ടബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം.